മാധ്യമപ്രവർത്തകർ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നും ഒരു വാർത്ത നൽകിയാൽ പിറകെ മറുപക്ഷത്തിന്റെ നിലപാടും നൽകാൻ തയ്യാറാവണമെന്നും രമേശ് പറമ്പത്ത് MLA ആവശ്യപ്പെട്ടു. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെയും അനുബന്ധ പരിപാടികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത വന്നു, അതിന്റെ നെക്സ്റ്റ് ബെഞ്ച് വാർത്തയില്ല, എന്താ പറയുക, ഡെസ്ക്. അത് ഡെസ്കിലെ അടുത്ത ഡെസ്കിലേക്ക് അതിന്റെ വാർത്തയുടെ മറുപക്ഷം വരുന്നതാണ്. ആ വാർത്ത വന്നില്ല എന്ന് പറയുമ്പോൾ ജനപ്രതിനിധിയായാലും ഏതൊരാളായാലും ഏത് മേഖലയിലായാലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് അതിന്റെ മറുപക്ഷവും നിങ്ങൾ വിനയത്തോടുകൂടി ജനങ്ങളെ അറിയിക്കാനുള്ള വലിയ ഒരു കരുത്തുറ്റ ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട്. അറിവ് രൂപപ്പെടുന്നത് വായനയിലൂടെയാണ്. എന്നാൽ ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഏത് തരം പുസ്തകങ്ങൾ വായിക്കണമെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയുമുണ്ട്. വായനയെയും സോഷ്യൽ മീഡിയയും വേറിട്ട് കാണണമെന്നും MLA പറഞ്ഞു. ഏത് പുസ്തകം വായിക്കണം വിദ്യാർത്ഥികൾ, എങ്ങനെ തുടങ്ങണം, കേരളത്തിലെ ഇന്നത്തെ സമകാലീന എഴുത്തുകാരിൽ ആരാണ്, ഏത് പുസ്തകമാണ് വിദ്യാർത്ഥികൾ വായിക്കേണ്ടത് എന്നൊരു ഐഡിയ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി ലോകത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ ഏത് വായിക്കണം, ഞാൻ ചരിത്രം വായിക്കണോ, അല്ലെങ്കിൽ ബയോഗ്രഫി വായിക്കണോ, അല്ലെങ്കിൽ നോവൽ വായിക്കണോ, അല്ലെങ്കിൽ ദേശത്തിനെ കുറിച്ച് വായിക്കണോ എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ പലരും എന്നോട് ചോദിച്ചാൽ, സർ ഏത് ബുക്കാണ് വായിക്കേണ്ടത് എന്ന്. അപ്പോൾ പഴയ കാലങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ എഴുത്തുകാർ നമ്മെ വിട്ടുപോയുള്ള പ്രമുഖന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, അവരുടെ ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധ്യമാകും, അങ്ങനെ പുതിയ എഴുത്തുകാരായിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു പുസ്തകം കൊടുത്ത് അതിനെക്കുറിച്ചുള്ള ക്യൂസ് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു വിഭാഗത്തിനെ നമുക്ക് വായനാ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ പവിത്രൻ മുഖേരി, അഡ്വക്കേറ്റ് V പ്രദീപൻ നഗരമധ്യത്തിൽ നടക്കുമായിരുന്ന വാഹനാപകടം ഒഴിവാക്കാൻ സാഹസിക ഇടപെടൽ നടത്തിയ മാധ്യമപ്രവർത്തകൻ രാഖിൽ ചന്ദ്രൻ എന്നിവരെ MLA ആദരിച്ചു. പ്രസ് ഫോറം ലൈബ്രറി പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടകനെ അധ്യക്ഷൻ പൊന്നാടി അണിയിച്ചു. നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈ വായിച്ച് നേടിയ അറിവിന്റെ ഒരു കരുത്തോടു കൂടി ഇതിനൊക്കെ നേരിടാൻ കഴിയും. അപ്പോൾ ഒരു നല്ല സമാധാനപരമായ ഒരു ജീവിതം, അതുപോലെ എഴുത്തുകാരെ എപ്പോൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഇപ്പം എമ്മൂന്തേട്ടൻ ഏത് സദസ്സിൽ സംസാരിക്കുമ്പോഴും അതിങ്ങനെ കേട്ടിരിക്കാൻ നമുക്ക് തോന്നും. അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടും ആണ് എന്ന് നമുക്ക് തോന്നും. നിങ്ങൾ പ്രൊഫസർ M വിജയനെ കൊണ്ട് വിജയമാഷൊക്കെ പോയിരുന്നാൽ അദ്ദേഹം വളരെ ശബ്ദം പോലത്തെ സംസാരിക്കുക. അദ്ദേഹത്തെ നമ്മളിങ്ങനെ, അദ്ദേഹം തറവടുത്ത താമസിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പോയിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ വളരെ ശബ്ദം മെല്ലെയാണ് അദ്ദേഹം സംസാരിക്കുക. പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ കേട്ടിരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ വായന ശക്തമാക്കേണ്ട ഒരു കാര്യത്തെ അതിൻ്റെ ഈ പക്ഷാചരണം കൊണ്ടാടുമ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെതിരെ ബദലൊരുക്കാമെന്ന സന്ദേശഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ തുണിസഞ്ചിയും കുടയും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ വിതരണം ചെയ്തു. മികച്ച വായനക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ KP ഷീജിത്തിന് ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് T അനിൽ IV ദാസ് പുരസ്കാരം നൽകി. പവിത്രൻ മുഖേരി, PN പണിക്കർ അനുസ്മരണം നടത്തി. P ദിനേശൻ, അനീഷ് പാതിരിയാട്, അഡ്വക്കേറ്റ് V പ്രദീപൻ, ശ്രീജിത്ത് ചോയൻ, T അനിൽ, പാലയാട് രവി, KP ഷീജിത്ത്, രാഖിൽ ചന്ദ്രൻ, KP ഷോമിത്ത് എന്നിവർ സംസാരിച്ചു.